നമസ്കാരം. നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, ശ്വാസം പുറത്ത് വിടുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം തുടരുന്നത്. നമ്മൾ ഒരു ശ്വാസം എടുത്ത് പുറത്ത് വിട്ടിട്ട് തിരിച്ച് നമുക്ക് ശ്വാസം വന്നാൽ നമ്മുടെ ജീവിതം തുടരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തുടരുന്നില്ല, അല്ലേ? അപ്പോൾ ഇവിടെ ഈ കണ്ടിന്യൂറ്റിയിൽ എപ്പോഴും ഒരു അതിശയമുണ്ട്. തിരിച്ച് ഈ ശ്വാസം ഉള്ളിലേക്ക് വരാനായിട്ട് നമ്മളെന്താ ചെയ്യുന്നത്? ശ്വാസം എടുക്കുന്നു, വരുന്നു, പുറത്ത് വിടുന്നു. വീണ്ടും നമുക്ക് ആ ശ്വാസം അവിടെ ഉള്ളതും അല്ലെങ്കിൽ നമ്മളത് എടുക്കുന്നതും എന്തൊക്കെയോ അതിനുള്ള നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ നിന്നും നമുക്കാരോ രക്ഷിക്കുന്ന പോലൊക്കെ ഓർത്തു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഒരു സിലിണ്ടറിനൊക്കെ എന്താണ് വില, ശ്വസിക്കാൻ വയ്യാത്തവർക്ക്. നമുക്ക് ഈ പ്രപഞ്ചത്തിൽ എവിടെയും ഓക്സിജനാണ് ഉള്ളത്, അല്ലേ? പാർക്കിൽ പോയാലും ശരി, വീട്ടിലിരുന്നെങ്കിൽ നമ്മളെവിടെയും നമുക്ക് ശ്വാസമുണ്ട്. അത് നമ്മൾ ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഒരു ശ്വാസം എടുത്ത് മുമ്പ് പറഞ്ഞതുപോലെ ശ്വാസം പുറത്തയച്ച് വീണ്ടും നമുക്ക് ശ്വാസം കിട്ടുന്നതിനിടയിലാണ് നമ്മുടെ ജീവിതം ഉള്ളത് എന്ന് നമുക്ക് പറയാം. ഈ പ്രപഞ്ചത്തിൽ വളരെ വിസ്മയങ്ങൾ നിറഞ്ഞതായിട്ട് നമുക്ക് ഒന്ന് മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്തൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്ന പലതും ഇങ്ങനെയാണ് എന്നൊക്കെ വിചാരിക്കുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് നമ്മളെ വിസ്മയിപ്പിക്കും ഈ പ്രപഞ്ചം. പ്രത്യേകിച്ച് നമ്മൾ ചില വിഷയങ്ങളിൽ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാം. കുറച്ചും കൂടി 2-3 ദിവസം മുമ്പിൽ കൂടി നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കുറേ സത്യങ്ങൾ മിസ് ചെയ്തു പോകുന്നു, അല്ലേ? ഒരാൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു സാധനം അങ്ങനെയാണ്, ഒരു രാജ്യം അങ്ങനെയാണ്, ചില മനുഷ്യരെങ്ങനെയാണ് എന്നൊക്കെ നമ്മളിങ്ങനെ ജനറലൈസേഷൻ ചെയ്യും. പക്ഷെ അതൊന്നും അല്ല സത്യങ്ങളെന്ന് നമ്മുടെ പ്രകൃതി, പ്രപഞ്ചം ചില കാലങ്ങളിൽ പലതിനെപ്പറ്റിയും നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളെയും ധാരണകളെയും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നുകൊണ്ടേ പോകും. അപ്പോൾ സന്മനസ്സുകൾ അത് വേഗം മനസ്സിലാക്കും, തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കും. മറ്റുള്ളവർക്ക് കുറച്ച് കാലമാകും. അവർ ആ തെറ്റായ ധാരണയാണ് ശരി, താൻ എന്തിനെപ്പറ്റി എന്ത് വിചാരിച്ചു അതാണ് ശരി എന്ന് വിചാരിച്ച് ഇങ്ങനെ ജീവിച്ചു പോകുന്നവരും ഉണ്ട്. പക്ഷെ അധികവും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് അങ്ങനെയല്ലല്ലോ, ഇങ്ങനെയാണോ എന്ന് വിചാരിച്ച് പല കാര്യങ്ങളിലും അവർ ധാരണകൾ കറക്ഷൻസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ആസ്പദമാക്കിയിട്ടുള്ളൊരു കൊച്ചു കഥ കുട്ടികളോടൊക്കെ പറയാവുന്ന ഒരു കഥയാണത്. നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളുടെ മക്കൾക്കോ ഈ കഥ തീർച്ചയായിട്ടും പറയണം. ഇങ്ങനെ ഒരു സുരേഷ് അങ്കിൾ മെഡിറ്റേഷൻ ഗ്രൂപ്പിലെ ഒരു അങ്കിൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയണം. അപ്പോൾ നിങ്ങളെയൊക്കെ നേരിട്ട് കാണാൻ പറ്റുമ്പോൾ ഈ കൊച്ചു മക്കൾ ഓടി വന്ന് ഇതല്ലേ സുരേഷ് അങ്കിൾ പറഞ്ഞ കഥയല്ലേ എന്ന് എന്നോട് ചോദിക്കണം, കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷി, ഒരു അമ്മ പക്ഷി തന്നെ വിളിക്കട്ടെ, ആ അമ്മ പക്ഷിക്ക് മുട്ടയിടണം. അപ്പോൾ ഒരു 2 മരങ്ങളുണ്ട്, ഒരു വലിയ മരവും ഒരു ചെറിയ മരവും. അപ്പം വലിയ മരത്തിനോട് പോയി ചോദിച്ചു. അപ്പോൾ വലിയ മരം അധികം ഒന്നും സംസാരിക്കില്ല. കഥയിൽ ചോദ്യമില്ല. നമ്മുടെ കഥയിൽ മരങ്ങളൊക്കെ സംസാരിക്കും, ഈ പക്ഷി സംസാരിക്കും, അങ്ങനെയാണ്. അപ്പോൾ വലിയ മരത്തിനോട് ചോദിക്കും, അങ്ങനെ മുട്ടയിടണം, എൻ്റെ കുഞ്ഞുങ്ങൾ അതിൽ നിന്ന് വരും, അപ്പോൾ അവർക്ക് നല്ലൊരു കൂടുണ്ടാക്കണം. അപ്പോൾ ഞാൻ കൂടുണ്ടാക്കിക്കോട്ടെ, ആ കൂടിൽ എൻ്റെ മുട്ടകളെ ഞാൻ അടയിട്ടെടുക്കാക്കണം. ആ കുട്ടികൾ എൻ്റെ മക്കൾ ഈ മരത്തിലുള്ള ഞാൻ ചെയ്യാൻ പോകുന്ന കൂട്ടിലാണ് ജനിച്ച് വളരേണ്ടത് എന്നൊക്കെ പറയും. അപ്പോൾ ഈ മരം പറയും, വേണ്ട, എൻ്റെ മരത്തിൽ വേണ്ട, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, വേണ്ട എന്ന് പറയും. പക്ഷേ ഈ പക്ഷിക്ക് വളരെ ദേഷ്യം വരും. നോക്കൂ, ഇത്ര വലിയ മരം, ഈ മരത്തിന് എനിക്കിത്ര സ്ഥലം തന്നാൽ എന്താ എന്നുള്ള വിഷമവും ദേഷ്യവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തുള്ള ആ ചെറിയ മരത്തിൻ്റെ അടുത്ത് പോവും. ആ ചെറിയ മരത്തിനോട് ചോദിക്കും, ഞാനിങ്ങനെ ആ വലിയ മരത്തിനോട് ചോദിച്ചു, വലിയ മരം സമ്മതിച്ചില്ല, നിങ്ങൾ ഇത് സമ്മതിക്കുമോ? ഓ, അതിനെന്താ, സാരില്ല എന്ന് പറയും. അപ്പോൾ ആ ചെറിയ മരത്തിൽ മെല്ലെ മെല്ലെ വൈക്കോലും ഓരോ മരത്തിൻ്റെ ചില്ലകളും എല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ കൂട് കെട്ടാനായിട്ട് തുടങ്ങി. ആ സമയത്ത് നമ്മുടെ കൂടും ഒരുക്കി. കുറച്ച് കഴിഞ്ഞിട്ട് അതിൽ മുട്ടകളും ഉണ്ടായതായി, മെല്ലെ മെല്ലെ കുഞ്ഞുങ്ങളും ഇങ്ങനെ വളരുകയാണ്. അപ്പോൾ ഭയങ്കര മഴ. ഭാഗ്യത്തിന് ഈ പക്ഷിക്കോ കൂട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കോ ചെറിയ മരത്തിലൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഈ വലിയ മരം ഈ പക്ഷിക്ക് കൂട് കെട്ടാനൊന്നും അനുവദിക്കില്ല എന്ന് പറഞ്ഞ മരം അങ്ങനെ അത് വേരോടുകൂടി താഴെ വീണു. അപ്പോൾ ഈ പക്ഷി ഓടിപ്പോയി പറഞ്ഞു, കണ്ടോ, നീ എന്നെ സഹായിച്ചോ, ഇങ്ങനെ വേരോടുകൂടി നീ ഇപ്പോൾ വീണില്ലേ, നീ എന്നെ സഹായിച്ചിരുന്നിരിക്കാമായിരുന്നല്ലോ,
നീ എന്നെ സഹായിക്കാത്തത് കൊണ്ടാണ് നിനക്കിങ്ങനെ സംഭവിച്ചത് എന്ന് പറയും. അപ്പോൾ ഈ വൃക്ഷത്തിന് താഴെ വീണാലും ജീവനുണ്ട്, മുറിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഈ വൃക്ഷം പറയും, നോക്കൂ, ഞാൻ അമംഗളമായിട്ടൊന്നും പറയരുത് എന്ന് വെച്ചിട്ടാണ് ആ സമയത്തൊന്നും നിങ്ങളോട് പക്ഷീനെ നിങ്ങളോടൊന്നും പറയാതിരുന്നത്. കാരണം ഒരു നല്ല കാര്യമാണ്, ഒരു കൂട് വയ്ക്കണം, മുട്ടകളെ കുഞ്ഞുങ്ങളാക്കണം, ആ കുഞ്ഞുങ്ങൾ വളരണം, അതൊക്കെ ആഗ്രഹത്തോടു കൂടിയാണ് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ കാരണങ്ങളൊന്നും വിശദീകരിക്കാതെ വേണ്ട എന്ന് മാത്രം പറഞ്ഞു. കാരണം എനിക്കറിയാമായിരുന്നു ഞാൻ ഈ കുറേ കാലമായി, എൻ്റെ വയസ്സ് കൂടുതലാണ്, 120 130 വർഷങ്ങളായിട്ട് ഈ ഭൂമിയിൽ ഞാനുണ്ട് മരമായിട്ട്. എൻ്റെ ആയുസ് കഴിയാറായി എന്ന് എനിക്കറിയാം. ഈ കാലവർഷത്തിൽ ഭയങ്കര മഴ പെയ്യുന്ന എനിക്കറിയാം, വേരോട് കൂടി താഴെ വീഴുന്ന അറിയാം. അങ്ങനെയുള്ള സമയത്ത് നീ അവിടെ നിങ്ങളിവിടെ കൂട് വെച്ചിട്ട് അവിടെ കുഞ്ഞുങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകരുതേ എന്നുള്ള ആ ഒരു സത്ചിന്തകളിലാണ്, ആ സ്നേഹം കൊണ്ടാണ്, ആ കരുണ കൊണ്ടാണ് ഞാൻ വേണ്ട എന്ന് പറഞ്ഞ് കഥ തീർന്നു. ആ പക്ഷിക്ക് വളരെ വിഷമായി, അയ്യോ നമ്മളെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന്. പിന്നെ ആ ചെറിയ മരവും പറയും, അയ്യോ എത്ര നല്ല സ്നേഹമുള്ള മരമാണ്, ആ മരം ഇങ്ങനെ ഈ കാലവർഷത്തിലെ ഈ ഭയങ്കരമായ മഴയിൽ ഇങ്ങനെ വേരോട് കൂടി പോയല്ലോ എന്ന് പറയും. അവസാനം ഈ വലിയ പക്ഷി പറയും, വലിയ മരം പറയും പക്ഷിയോട്, ഇപ്പം ഞാൻ താഴെ വീണു, ഇതിൽ കൂടി എന്നിൽ നിന്നുള്ള ചില്ലകളോ നിങ്ങളെടുത്ത് കൂട് കുറച്ചുകൂടി വലുതാക്കണമെങ്കിൽ വലുതാക്കിക്കോളൂ എന്നൊക്കെ പറയുമ്പോൾ ഓരോ എല്ലാം സ്നേഹം കൊണ്ട് അങ്ങനെ ഇനി കുറച്ച് നേരങ്ങൾ കൊണ്ട് വലിയ മരം പറയും, ഇനി കുറച്ച് സമയത്തിനുള്ളിൽ ഈ ലോകത്തിൽ മനുഷ്യർ ജനിക്കുന്നതിന് മുമ്പ് മരങ്ങൾ ഞങ്ങളാണ് ജനിച്ചത്. പക്ഷെ മനുഷ്യർ ഏറ്റവും അധികം ക്രൂരത നടത്തിയത് ഞങ്ങളോടാണ്, മരങ്ങളോടാണ്. ഞങ്ങൾ വാസ്തവത്തിൽ മനുഷ്യരുടെ മൂത്ത സഹോദരന്മാരാണ്. പക്ഷേ ഈ മൂത്ത സഹോദരന്മാരോടാണ് മനുഷ്യർ ഏറ്റവും അധികം ക്രൂരത ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇനി ചില മണിക്കൂറിനുള്ളിൽ വെട്ടിമുറിക്കും, ഞാൻ മരിക്കും. അതിനിടയ്ക്ക് ഞാൻ ജീവനോടുള്ള സമയത്ത് എന്നിലുള്ള പൂക്കളും എന്നിലുള്ള ചില്ലകൾ നിങ്ങൾക്ക് കൂട് വയ്ക്കാനുള്ളതും എന്ത് വേണമെങ്കിലും എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ആ കഥ തീരുന്നു. ഈ കഥയിൽ ഞാൻ പറയാൻ വരുന്നത് എന്താണ്, നിങ്ങളൊന്നും പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. നമുക്ക് തന്നെ അറിയാം, ഞാൻ കഥ പറയുന്നതിന് മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളുമാണ് ഇതിലുള്ള ആത്മീയ മൂല്യങ്ങൾ. കൊച്ചുകുട്ടികൾക്ക് പറയാവുന്ന നല്ലൊരു കഥയാണ്. കഥ പറയൂ, ആത്മീയ മൂല്യങ്ങൾ നമുക്കും കഥകൾ കുട്ടികൾക്കും. കഥകൾ കുട്ടികളുടെ ഹൃദയത്തിൽ ഒരു അറിവിൻ്റെ വിത്തുകളായിട്ട് ഇടട്ടെ, അതിങ്ങനെ വളരും. അപ്പോൾ അവരും ആരെയും തെറ്റിദ്ധരിക്കില്ല, എല്ലാം ഒന്ന് ആലോചിച്ചൊരു ധാരണയിലേക്ക് എത്തും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എല്ലാവർക്കും എൻ്റെ സ്നേഹം. ലവ് യു ആൾ.